തന്നെയാണ്. അവൾ നന്നായി തന്നെ സമ്പാദിച്ചു. കുടുംബത്തെ പോലും അവളായിരുന്നു നോക്കി വന്നത്. എന്നാൽ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അവളോട് അസൂയ തോന്നി. അതുകൊണ്ട് ഞാൻ എന്റെ തോക്കെടുത്ത് എന്റെ മകളുടെ മുതുകിൽ 3 തവണ വെടിവെച്ചു കൊന്നു. വെടികൊണ്ട് താഴെ വീണ് പിടഞ്ഞപ്പോ പോലും ഞാൻ അവളെ ചവിട്ടി മെതിക്കുകയായിരുന്നു. ഇത് ഒരച്ഛൻ പോലീസിൽ നൽകിയ മൊഴിയായിരുന്നു. പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത ഈ ഒരു സമുദായ മനോഭാവം. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മകളെ സ്വന്തം അച്ഛൻ തന്നെ വെടിവെച്ചു കൊല്ലുന്നു. ഈ ഒറ്റ സംഭവം മുഴുവൻ ഇന്ത്യയെയും ആഴത്തിലുള്ള ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. വെറും 25 വയസ്സ് മാത്രമുള്ള ഈ ഒരു പെൺകുട്ടി മരിക്കാൻ കാരണമെന്ത്? പ്രധാനമായും അവളുടെ അച്ഛൻ തന്നെ അവളെ കൊല്ലുവാനുള്ള കാരണമെന്ത്? ഈ കാരണങ്ങളെല്ലാം നിങ്ങൾ കേട്ടാൽ ഇതിനൊക്കെ ആരെങ്കിലും കൊലപാതകം ചെയ്യുമോ എന്ന് നമ്മെക്കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. മരിച്ച രാധികയ്ക്കും അവളുടെ അച്ഛനുമിടയിൽ അങ്ങനെ എന്ത് പ്രശ്നമാണുള്ളത്? അച്ഛൻ തന്നെ അവളെ കൊല്ലാൻ കാരണമെന്ത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹരിയാന ഗുരുഗ്രാമിലുള്ള വ്യക്തിയാണ് ദീപക്. ഇയാൾക്കിപ്പോൾ 57 വയസ്സ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഇയാൾക്ക് വിവാഹം കഴിഞ്ഞു. ഒരു പെൺകുഞ്ഞും ജനിച്ചു. ആ കുഞ്ഞ് ഭാവിയിൽ ഇന്ത്യയിലെ വളരെ പ്രശസ്തയായ ടെന്നീസ് പ്ലെയറായി വരുമെന്ന് ആ സമയം ദീപകിന് അറിയില്ലായിരുന്നു. ദീപകിന് ലഭിക്കുന്ന വരുമാനം, അയാൾക്ക് 2 വീടുകളുണ്ട്. ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. മാസാമാസം അതിൽ നിന്നും നല്ലൊരു തുക ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ പണമെല്ലാം വെച്ച് കുടുംബ ചിലവുകൾ അയാൾ നോക്കി വന്നു. കൂടാതെ അയാളുടെ പേരിലും ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഇയാളുടെ മകളുടെ പേരാണ് രാധിക യാദവ്. രാധിക യാദവിന് ചെറിയ പ്രായം മുതലേ ടെന്നീസ് കളിക്കാൻ അത്രയേറെ ആഗ്രഹമായിരുന്നു. അവളുടെ അച്ഛൻ തന്നെ ടെന്നീസ് കളിക്കാനായി അവളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വളർന്നു വന്നപ്പോൾ അവൾ ടെന്നീസിൽ വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ITF എന്ന ഒറ്റ അക്കാദമിക്ക് വേണ്ടി മാത്രം 7 ഡബിൾസ് മാച്ചും 36 സിംഗിൾസ് മാച്ചും അവൾ കളിച്ച് വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്റ്റേറ്റ് ലെവലിലായാലും ഇന്റർനാഷണൽ ലെവലിലായാലും ഒരുപാട് മാച്ച് അവൾ വിൻ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 25 വയസ്സുള്ള രാധിക യാദവ് കഴിഞ്ഞ 1 വർഷമായി ഏതൊരു കളിക്കും പോയില്ല. കാരണം അവൾ അവസാനമായി കളിച്ച മാച്ചിൽ അവൾക്ക് കാലിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചു. ഡോക്ടർ അവളെ പൂർണ്ണ റെസ്റ്റ് എടുക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷെ അവളുടെ ആ ഒരു കരിയർ, അവളുടെ ആ ഒരു ടെന്നീസ് കരിയർ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അവൾക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടെന്നീസ് അക്കാദമി തുടങ്ങാം എന്നവൾ തീരുമാനിച്ചു. അച്ഛനോട് തന്റെ ഒരു ആഗ്രഹം അവൾ പറഞ്ഞു. ടെന്നീസ് അക്കാദമി തുടങ്ങണം, അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ലഭിച്ച് ഞാൻ എന്റെ ജീവിതം നോക്കിക്കൊള്ളാമെന്നും അവൾ പറഞ്ഞു. എന്നാൽ തുടക്കം മുതലേ അവളുടെ അച്ഛൻ ഇതിനെ എതിർപ്പായിരുന്നു പ്രകടിപ്പിച്ചത്. ഇല്ല, ആവശ്യമില്ല. ഒറ്റയ്ക്കൊക്കെ ഒരു ബിസിനസ് തുടങ്ങി റൺ ചെയ്യുക എന്നത് നിനക്കൊരിക്കലും ശരിയായ കാര്യമല്ല. അതുകൊണ്ട് നീ അത് ചെയ്യണ്ട എന്ന് അദ്ദേഹം തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിൽ പോലും രാധിക അതൊന്നും കേട്ടില്ല. ഇല്ല, എനിക്ക് സ്വന്തമായി ഒരു അക്കാദമി വേണം, അതെന്റെ പാഷനാണ്. ഇക്കാര്യത്തിൽ അവൾ വാശി കാണിച്ചു. അങ്ങനെ 1 വർഷത്തിന് മുൻപ് തന്നെ രാധിക ഒരു അക്കാദമി ആരംഭിക്കുകയും അത് നല്ല രീതിയിൽ റൺ ചെയ്തിട്ട് വന്നു. ഒരുപാട് സ്റ്റുഡൻസ് അവൾക്ക് കീഴിൽ പരിശീലനം നേടുകയും ചെയ്തു. എങ്കിൽ പോലും ഇടയ്ക്കിടെ അവളുടെ അച്ഛൻ അവളോട് വന്ന് പറയും, ഈ ഒരു അക്കാദമി നീ ക്ലോസ് ചെയ്തേ മതിയാകൂ എന്ന്. ഒരു സമ്മർദ്ദം തന്നെ ചെലുത്തി. പക്ഷെ രാധിക അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദീപക് കേട്ടതുമില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരാം, എന്തുകൊണ്ട് സ്വന്തം അച്ഛൻ തന്നെ മകളോട് അത് അടയ്ക്കാൻ ആവശ്യപ്പെടണം? ഇത് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു പൊതു ചോദ്യമാണ്. ഇവിടെയാണ് ഒരച്ഛന്റെ അസൂയ എന്ന കാര്യം വരുന്നത്. അതെ, സ്വന്തം മകളോട് തന്നെ അച്ഛനൊരു അസൂയ വന്നു. നിന്റെ സമ്പാദ്യത്തിൽ ഞാൻ ജീവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? എന്നെക്കാളും നീ സമ്പാദിക്കുമോ? ആളുകളെല്ലാം എന്താണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയോ? നിന്റെ ശമ്പളം വാങ്ങിയാണ് ഞാൻ ജീവിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് എൻ്റെ മകളുടെ ശമ്പളത്തിൽ ഞാനിരുന്ന് കഴിക്കുന്നു എന്നൊക്കെയാണ് നാട്ടുകാരും കുടുംബവും പറയുന്നത്. നാട്ടിൽ എൻ്റെ അഭിമാനമെല്ലാം നഷ്ടമായി. അതുകൊണ്ട് നീ അക്കാദമി ഇനി റൺ ചെയ്യാൻ പാടില്ല. ഞാൻ സമ്പാദിക്കുന്നത് വച്ച് മാത്രം നിങ്ങൾ ജീവിച്ചാൽ മതി എന്ന രീതിയിൽ വീണ്ടും വീണ്ടും അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ രാധിക അതൊന്നും ചെവി കൊണ്ടതേയില്ല. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ സ്വയ സമ്പാദ്യത്തിൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്നുള്ളത് അവൾ വ്യക്തമായി തന്നെ അച്ഛനോട് പറഞ്ഞു. ഈ വഴക്ക് ദിനംപ്രതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ വന്നു. ദീപകിന് ലൈസൻസ് ഉള്ളൊരു തോക്കുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ അയാൾ ആ തോക്കും എടുത്തുകൊണ്ട് അക്കാദമിയിലേക്ക് വരും. തോക്ക് ചൂണ്ടിക്കൊണ്ട് ഈ അക്കാദമിയെ ഞാൻ വെടിവെച്ചതിനെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണികൾ പോലും ഇടയ്ക്കിടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ സംഭവം നടന്ന അന്നത്തെ ദിവസം 2025 ജൂലൈ മാസം 10-ാം തീയതി രാവിലെ എപ്പോഴത്തെയും പോലെ രാധിക യാദവ് തന്റെ വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അമ്മയായ മഞ്ജു യാദവ് തൊട്ടടുത്ത മുറിയിൽ സുഖമില്ലാത്തത് കൊണ്ട് കിടക്കുകയാണ്. ദീപക് യാദവ് വീട്ടിലുണ്ടായിരുന്നു. രാധിക യാദവിന് ഒരു സഹോദരനുമുണ്ട്. അവൻ ഓഫീസിലും പോയി. ഈ സമയം രാധിക അടുക്കളയിൽ നിൽക്കുന്നത് അച്ഛൻ പുറകിൽ നിന്നും കണ്ടു. ഇതാണ് താൻ കാത്തിരുന്ന സമയമെന്ന് ഒരു പക്ഷേ അയാളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം. അയാളുടെ ലൈസൻസ് ഉള്ള ഗൺ എടുത്തു കൊണ്ടുവന്ന് രാധിക യാദവിനെ
സ്വന്തം മകളെ പുറകിൽ നിന്ന് 3 തവണ അവളുടെ മുതുകിൽ തന്നെ വെടിവെച്ചു. വേദന കൊണ്ടവൾ നിലവിളിക്കാൻ തുടങ്ങി, താഴെ വീണ് പിടയാൻ തുടങ്ങി. എന്നിട്ട് പോലും ആ അച്ഛന് യാതൊരു കരുണയും തോന്നിയില്ല. അവളെ ചവിട്ടി മെതിക്കാൻ തുടങ്ങി. അവളുടെ ഈ നിലവിളിയും അലറ ശബ്ദം എല്ലാം കേട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന അവളുടെ ബന്ധുക്കളും കുടുംബവും എല്ലാം ഓടി വരുന്നു. അവൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു, ഗ്രൗണ്ട് ഫ്ലോറിൽ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് മുറിയിൽ കിടന്നിരുന്ന അമ്മയും ഓടി വരുന്നു. വന്ന് നോക്കിയപ്പോൾ രാധിക യാദവ് രക്തം വാർന്ന് കിടക്കുന്നതായിരുന്നു കണ്ടത്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. എല്ലാവരും വല്ലാത്തൊരു സംഘർഷത്തിലായി. കുറെ പേർ ചേർന്ന് അവളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് രാധിക ഇതിനകം മരിച്ചുവെന്ന്. എന്തിനു വേണ്ടി സ്വന്തം മകളെ തന്നെ കൊന്നു എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉയർന്നു വരാൻ തുടങ്ങി. ഒരു മകളെ ഒരച്ഛൻ ഇങ്ങനെ കൊന്നല്ലോ, അപ്പോൾ അതിന് എന്ത് കാരണമായിരിക്കുമെന്ന് ചുറ്റുമുള്ളവരെല്ലാം സംസാരിക്കാൻ തുടങ്ങി. ബന്ധുക്കളിൽ ഒരാൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് വന്ന് ദീപക് യാദവിനെ അറസ്റ്റും ചെയ്തു. അറസ്റ്റ് ചെയ്ത ദീപകിനോട് പോലീസുകാർ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് നിങ്ങളുടെ മകളെ നിങ്ങൾ കൊന്നുവെന്ന്. ഈ സമയത്ത് വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു അയാൾ പറഞ്ഞത്. ഞാൻ ഒരു കെട്ടിട തൊഴിലാളിയാണ്, എനിക്ക് വരുമാനം വളരെ കുറവ് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു കുടുംബത്തെ പോറ്റാനുള്ള രീതിയിൽ എനിക്ക് സമ്പാദ്യമുണ്ട്. എന്റെ കുടുംബത്തെ ഇത്രയും കാലം ഞാൻ തന്നെയാണ് നോക്കിയത്. മകൾ ടെന്നീസ് പ്ലെയർ ആണ്, സ്റ്റേറ്റിലും ഇന്റർനാഷണലും അവൾ നന്നായി തന്നെ കളിച്ചു. ആ സമയത്താണ് അവൾ ഒറ്റയ്ക്കൊരു അക്കാദമി നടത്തിയത്. അതിൽ നിന്നും അവൾക്ക് ഒരുപാട് വരുമാനവും ലഭിച്ചു. എന്നാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം എന്നെ കളിയാക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ, എന്റെ മകൾ എന്നെക്കാളും സമ്പാദിക്കുന്നുണ്ട്. ഒരു മകളുടെ സമ്പാദ്യത്തിൽ ഇരുന്ന് കഴിക്കുന്ന നിനക്ക് നാണമില്ല എന്നൊക്കെ എന്നെ തരം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. മാത്രവുമല്ല, എൻ്റെ മകൾ അക്കാദമി നടത്തുന്നത് കൊണ്ട് അവളുടെ വളർച്ചയെ പോലും അവൾ തെറ്റായി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മകൾ എന്തോ തെറ്റായ രീതിയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അതിലൂടെയാണ് അവൾ ഒരുപാട് പണം സമ്പാദിക്കുന്നുവെന്നും അതിലൂടെയാണ് അക്കാദമി റൺ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പല ആരോപണങ്ങൾ എൻ്റെ മകൾക്ക് നേരെ പറയാൻ തുടങ്ങി. എനിക്കിതൊക്കെ വളരെ നാണക്കേടായി മാറി. അക്കാദമി നമുക്ക് ആവശ്യമില്ല, അതിനെ അടച്ചു പൂട്ടണമെന്നൊക്കെ മകളോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. പക്ഷെ അവൾ കേട്ടില്ല. അക്കാദമി ഞാൻ നടത്തുമെന്നവൾ വാശി കാണിച്ചു. ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഞാൻ തന്നെ മടുത്തു. കൂടാതെ സമയങ്ങളിൽ അവൾ സോഷ്യൽ മീഡിയയിലും വല്ലാതെ ആക്റ്റീവായി. അവൾ കളിക്കുന്ന കളികൾ, ഷോർട്സ്, റീൽസ് ഇങ്ങനെ എല്ലാം ഇൻസ്റ്റഗ്രാമിലിടും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങി. അടുത്തിടെ പോലും അതുപോലെ ഒരു വീഡിയോ അവൾ പോസ്റ്റ് ചെയ്തിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവളോട് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, പക്ഷേ ഡിലീറ്റ് ചെയ്തില്ല. ഇതെല്ലാം എനിക്ക് വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി. ഞാനെന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വരുമാനത്തിൽ നിന്ന് കഴിക്കണമെന്നുള്ള വല്ലാത്ത ദേഷ്യം എനിക്ക് തോന്നി. ദേഷ്യം എന്നതിനേക്കാളും വല്ലാത്തൊരു അസൂയ എനിക്ക് തോന്നി. ആ അസൂയ കാരണമാണ് എൻ്റെ ലൈസൻസുള്ള തോക്കുപയോഗിച്ച് മകളുടെ പുറകിൽ നിന്നും അവളുടെ മുതുകിൽ 3 തവണ വെടിവെച്ചു. സത്യത്തിൽ ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴി തന്നെയായിരുന്നു. പോലീസുകാർക്ക് പോലും വലിയ ഞെട്ടലായി മാറി. എങ്കിൽ പോലും പോലീസുകാർ പല ആംഗിളിൽ അവരുടെ അന്വേഷണം ആരംഭിച്ചു. ഇതിൽ ഈ ദീപക് യാദവ് ഈ ഒരു കൊലപാതകം നടത്തുന്നതിന് ഒരു 10-15 ദിവസം മുൻപ് തന്നെ വല്ലാത്ത ഡിപ്രഷനിലായിരുന്നു. മാനസിക സംഘർഷം കാരണം ആരോടും അധികം സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അപ്പോൾ മാനസിക സംഘർഷം കാരണമാണ് അയാൾ ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് പോലീസുകാർ പറയുന്നത്. കൂടാതെ ഇൻസ്റ്റഗ്രാം എന്നത് ഒരു വലിയ കാര്യമായി ഇന്നത്തെ കാലത്തുള്ളവർ കാണുന്നുണ്ട്. എല്ലാവരും റീൽസിന് അഡിക്റ്റായി റീൽസ് ഒക്കെ ഇടുന്നുണ്ട്. എന്നാൽ രാധിക നേരെ തിരിച്ചായിരുന്നു. അവൾ പങ്കെടുക്കുന്ന മത്സരങ്ങളായിക്കോട്ടെ, വിജയിക്കുന്ന കാര്യങ്ങൾ, അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അവളുടെ അക്കാദമിയിലെ ചില കാര്യങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം അവൾ വീഡിയോസ് ചെയ്യുകയും കുറച്ച് പ്രൊഫഷണൽ രീതിയിലായിരുന്നു അവളുടെ വീഡിയോസ്, റീൽസ് എല്ലാം ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അതിലൂടെ അവൾക്ക് ഒരുപാട് വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു. അതും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു പക്ഷേ ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നതിന് ഇതും ഒരു കാരണമായിരിക്കാം എന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചത്. ഒരു ഈഗോ കാരണമാണ് അദ്ദേഹം തൻ്റെ മകളെ തന്നെ ഇങ്ങനെ കൊന്നത് എന്ന് പലരും സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസ് മറ്റ് പല രീതിയിൽ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡിപ്രഷൻ മാത്രമാണോ കാരണം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പുറകിലുണ്ടോ എന്നൊക്കെ പല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ദീപക് യാദവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വളരെ തീവ്രമായി തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ രാധിക യാദവിന്റെ അമ്മയായ മഞ്ജു യാദവ് പറഞ്ഞ ഒരു കാര്യം അത് വീണ്ടും വലിയൊരു ചർച്ചയായി. വീട്ടിൽ നാൾക്ക് നാൾ പ്രശ്നം അധികമാവുകയാണ്. എൻ്റെ ഭർത്താവ് മകളോട് വല്ലാത്ത ദേഷ്യമുണ്ട്. എൻ്റെ മകളെ അയാൾ കൊന്നുകളയുമോ എന്ന് എനിക്ക് വല്ലാത്ത ഭയമുണ്ട് എന്ന് മഞ്ജു ബന്ധുക്കളോട് പറയുന്ന ഈ സംസാരിക്കുന്ന ഒരു ഓഡിയോ പോലീസുകാരൻ കേൾക്കുന്നു. അപ്പോൾ രാധികയെ ദീപക് കൊല്ലുമെന്നുള്ളൊരു ഭയം മഞ്ജുവിനുണ്ടായിരുന്നു. ഒരു വശത്ത് ഭർത്താവ്, മറുവശത്ത് മകൾ, ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നറിയാതെ മഞ്ജു ശാന്തയായി. ഒരു പക്ഷേ മഞ്ജു ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ രാധികയുടെ ജീവിതം രക്ഷിക്കാമായിരുന്നു. ഇവിടെ ഈ ഒരു ഹോണർ കില്ലിംഗ് എന്നത് കല്യാണത്തിന് വേണ്ടി അല്ലെങ്കിൽ ജാതി, മതം ഈ ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സംഭവിക്കുന്നത്. സമ്പാദിക്കുന്നത് അധികമായാൽ പോലും, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയാൽ പോലും, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചാൽ പോലും ഇവിടെ ഇങ്ങനെയുള്ള മാനഭംഗ കൊലപാതകങ്ങൾ വളരെ സർവ്വസാധാരണമായി നടക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ സമൂഹം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് മനസ്സിലാക്കാത്തത്. ഒരു ഭാഗത്ത് 20 ലക്ഷം രൂപ റെന്റ് മാത്രം വാങ്ങുന്ന ദീപകിന്
നീ നിന്റെ മകളുടെ സമ്പാദ്യത്തിലല്ലേ ജീവിക്കുന്നത് എന്ന സംസാരം പോലും അയാളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ഇപ്പോഴുള്ള ഒരു മാനസികാവസ്ഥയും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവിടെ പല രീതിയിലുള്ള ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. ഒന്നാമത്തേത് ഫാമിലി മെമ്പേഴ്സിന്റെ കൗൺസിലിംഗ് ആവശ്യമാണ്. മറ്റൊന്ന് മാനിപ്പുലേഷൻ ഹൈപ്പോത്തസിസ്, അടുത്തത് ഹെൽപ്ലെസ്നെസ് ഹൈപ്പോത്തസിസ്. ഈ മാനിപ്പുലേഷൻ ഹൈപ്പോത്തസിസ് എന്താണ്? ഇത് മഞ്ജുവിനായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഭർത്താവ് ചെയ്യുന്നത് ശരി തന്നെയാണ്, മകളാണ് അവിടെ തെറ്റ് ചെയ്യുന്നത്, ഭർത്താവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, അദ്ദേഹത്തിന് അതിൻ്റെ ഒരു അവകാശമുണ്ട് എന്ന രീതിയിൽ തന്നെ ആ ഒരു ചിന്തയിൽ തന്നെ മഞ്ജു അവരുടെ ജീവിതം കൊണ്ടുപോയി. അന്നത്തെ ദിവസം തന്നെ മഞ്ജു അതിനെ എതിർത്ത് ചോദ്യം ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഭർത്താവിനോട്, ദീപകിനോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എതിർത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ദീപകിന് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാകാം. എന്നാൽ ഈ മാനിപ്പുലേഷൻ ഹൈപ്പോത്തസിസ് കാരണം മഞ്ജു എതിർത്തൊന്നും സംസാരിച്ചിട്ടില്ല. ഭർത്താവ് പറയുന്നത് ശരിയായിരിക്കാം എന്ന് അവരും വിശ്വസിച്ചു. ഇനി മാനിപ്പുലേഷൻ ഹൈപ്പോത്തസിസ് അവർക്കില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നവർക്കുണ്ട്. തീർച്ചയായും ഈ ഹെൽപ്ലെസ്നെസ് ഹൈപ്പോത്തസിസ് എന്നൊരു കാര്യമുണ്ട്. ഒരു കുടുംബത്തിൽ നമ്മൾ വന്നു, ഭർത്താവിനെ എതിർത്തൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഭർത്താവ് നമ്മളെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിലോ, വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിലോ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, സഹായത്തിന് ആരും വരും എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കാം മഞ്ജു. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതോ ഒരു കാര്യത്തിൽ മഞ്ജു അകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദീപകിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് ശരിയാണ്, എൻ്റെ കുടുംബത്തിന് വരാനിരുന്ന ഒരു വലിയ അപമാനമായിരുന്നു ഞാൻ തടഞ്ഞത് എന്ന് അയാൾ ഇപ്പോഴും പറഞ്ഞ് അഭിമാനിക്കുകയാണ്. ദീപകിനെതിരെ ഇപ്പോൾ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. പണം സമ്പാദിച്ച് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ മകളുടെ മനസ്സ് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. മകളെക്കുറിച്ച് 1000 പേർ എന്ത് വേണമെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ, നീ അവളിൽ ഒരു വിശ്വാസം കാണിക്കണ്ടേ? ഇങ്ങനെയുള്ള സ്വരങ്ങളായിരുന്നു ഉയർന്നു വന്നത്. ഇപ്പോൾ ദീപക് നിങ്ങളാണ്, രാധിക നിങ്ങളുടെ മകൻ, മകൾ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, മഞ്ജു നിങ്ങളുടെ ഭാര്യ. ഇങ്ങനെ നമ്മുടെ വീട്ടിലും ഏതെങ്കിലും ഒരു സംഭവമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി എല്ലാവരും തെറ്റായ മനുഷ്യർ, എല്ലാവരും നല്ലവർ എന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഭയം, ആ ഒരു അസൂയ, ദേഷ്യം, ഇവയെല്ലാം ഒരു ജീവൻ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് കൂടിയും വളരെ ശാന്തമായി മറ്റു മാർഗമൊന്നും ഇല്ലാതെ നോക്കി നിന്ന മഞ്ജു പോലുള്ള സ്ത്രീകൾ നമ്മുടെ വീടുകളിലും സമൂഹങ്ങളിലും ഉണ്ടാകാം. നിങ്ങളാണ് ഈ മഞ്ജുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു സൈലൻസ് ഒരു വ്യക്തിയെ തന്നെ കൊന്നേക്കാം. ഒന്ന് നിങ്ങളുടെ മകളായിരിക്കാം, അല്ലെങ്കിൽ മകനായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കാം. നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കുടുംബത്തിൽ മുതിർന്നവരോട് അല്ലെങ്കിൽ ബന്ധുക്കളെ കണ്ട് അവരുമായി ചേർന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് സംസാരിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക. ഒരുപക്ഷെ മഞ്ജു ഡിസ്കസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ മകളുടെ ജീവൻ അവിടെ പോകില്ലായിരുന്നു. കാരണം അവർ താമസിച്ച വീടിന് താഴെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ദീപകിന്റെ സഹോദരങ്ങൾ താമസിച്ചത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബമെല്ലാം ഒരു ന്യൂക്ലിയർ ഫാമിലിയായി മാറിയിട്ടുണ്ട്. ഇതിൽ വലിയൊരു പ്രശ്നം തന്നെ ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മെ ആക്രമിക്കുമ്പോൾ നമ്മുടെ തീരുമാനമെടുക്കുന്ന ആ ഒരു കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം, ഇതൊക്കെ പല മടങ്ങ് അധികമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കുള്ളിലൊരു മൃഗം തന്നെയുണ്ട്. ആ ഒരു മൃഗത്തെ ദയവ് ചെയ്ത് ഉണർത്തി അത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാഴ്ചക്കാരായി മാത്രം നോക്കി നിൽക്കാതെ ഒരല്പമെങ്കിലും പ്രതികരണശേഷിയോടുകൂടി പെരുമാറുക. രാധിക പോലുള്ള പെൺകുട്ടികൾ ഇന്ത്യക്ക് അഭിമാനമാകേണ്ട പെൺകുട്ടികളാണ്. അങ്ങനെയുള്ളവരെ ഈ ദീപക് പോലുള്ള മനുഷ്യ മൃഗങ്ങൾ കൊന്നുകളയാൻ അനുവദിക്കാതിരിക്കുക. എന്നാൽ ഈ സമൂഹത്തിൽ മാറ്റി ചിന്തിക്കുന്നവർ ചിലരുണ്ട്. ഇത്രയും കാലം പണം കൊടുത്ത് മക്കളെ പഠിപ്പിച്ചു, വലുതാക്കി, അവരെ വിവാഹം കഴിപ്പിച്ചയച്ചു, അല്ലെങ്കിൽ അവർക്കൊരു ജോലി വാങ്ങിക്കൊടുത്തു. ഇങ്ങനെ ചോരയും നീരുമെല്ലാം വറ്റിച്ച് നമ്മൾ മക്കളെ വളർത്തി ഈ ഒരു നിലയിൽ എത്തിച്ചു. ഇനി അവർ സമ്പാദിക്കട്ടെ, അവർ സമ്പാദിക്കുന്ന പണത്തിൽ നമുക്ക് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. മക്കൾ പഠിച്ചു വലുതായി, അവർ നല്ലൊരു ജോലിയിൽ കയറി, അവർ ഒരുപാട് സമ്പാദിക്കും. ആ സമ്പാദ്യത്തിൽ ജീവിക്കുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്ന ചില മാതാപിതാക്കളുണ്ട്. എൻ്റെ മകൾ ഇപ്പോൾ എന്നെക്കാളും സമ്പാദിക്കുന്നുണ്ട്, അവൾ എന്നെക്കാളും വളർന്നു എന്ന് തലപൊക്കി സമൂഹത്തിൽ 4 പേരുടെ സംസാരിക്കുന്ന ചില മാതാപിതാക്കൾ പോലും ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവർക്കിടയിൽ ഈ ദീപക് പോലുള്ള വ്യക്തികളുടെ ആ ഒരു മാനസികാവസ്ഥ, മനോഭാവം ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അയാൾക്ക് മകളുടെ വിജയം, മകളുടെ സമ്പാദ്യം ഒന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റു പല മാർഗമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വന്തം മകളെ കൊല്ലണം എന്നുള്ള ഒരു തീരുമാനം എടുത്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്കുള്ളിൽ ഒരു മൃഗം ഉണ്ടായിരുന്നിരിക്കണം. സ്വന്തം മകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, മകളുടെ സമ്പാദ്യത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ തൻ്റെ മകളെ, പ്രശസ്തയായ ടെന്നീസ് പ്ലെയറിനെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ് അവളുടെ സ്വന്തം അച്ഛൻ തന്നെ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ ദീപക് പോലുള്ള വ്യക്തികളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവർക്ക് എങ്ങനെയുള്ള ശിക്ഷയാണ് കോടതി നൽകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.